ഹായ് ഗൈസ്, വെൽക്കം ടു എജുപോഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്നുള്ളത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ എന്നുള്ളതും അതേപോലെ ID കർവ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലുള്ള കർവ് എന്താണ് എന്നുള്ളതും പഠിക്കാനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പ്രിസം വേണം, ദെൻ അതേപോലെ ഒരു വൈറ്റ് പേപ്പർ വേണം, ദെൻ അതിൻ്റെ കുറച്ച് പിന്നുകൾ വേണം, ദെൻ പ്രൊട്രാക്ടർ, സ്കെയിൽ, ഈ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുള്ളത്, അതായത് നമുക്ക് പിന്നിനെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മാസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യണം, കേട്ടിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിലൂടെ ഈ ഒരു പ്രിസത്തിലൂടെ റിഫ്രാക്ഷൻ കിട്ടുക, ക്യാമറയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിയറി പാർട്ടിലൂടെ നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സെറ്റ്. അപ്പോൾ തിയറി എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസത്തിലൂടെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്, ആ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് n = sin of a + dm/2 / sin of a/2. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം, DM എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനുമാണ്. അപ്പോൾ എന്താ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതാ ഇതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കൽ നിർബന്ധമാണ്. അതായത് പ്രിസത്തിൻ്റെ കേസിൽ എക്സാമിന് നിങ്ങൾക്ക് പ്രിസമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ റേ ഡയഗ്രാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രിസം എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ പ്രിസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് കേസ് എടുത്താലും ആംഗിൾ ഓഫ് പ്രിസം എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നുള്ള. അപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ശേഷം നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ പറയാം. അപ്പോൾ ഇവിടുന്ന് നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ നോർമലും ഈ എമർജൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയും. അതായത് നമ്മൾ പ്രിസത്തിലൂടെ രണ്ടാമത്തെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് വരുന്ന റേ നമ്മൾ എമർജൻറ്റ് റേ, അല്ലെങ്കിൽ അവിടുത്തെ ആംഗിൾ നമ്മൾ എമർജൻറ്റ് ആംഗിൾ ആണെന്നുള്ള പറയാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, അതേപോലെ എമർജൻറ്റ് റേ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും തമ്മിലുള്ള ഈ ആംഗിളാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ? ഇനി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ID കർവിൽ നിന്നാണ് നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ID കർവ് നമുക്ക് ഇവിടെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഓരോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഫസ്റ്റ് നമ്മളൊരു 35 ഡിഗ്രി കൊടുക്കുമ്പം എനിക്കൊരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടി. ഇനി ഞാൻ അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 കൊടുക്കും, അപ്പോൾ എനിക്കൊരു ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടും. ദെൻ അടുത്ത് 50 കൊടുക്കും. അങ്ങനെ 60 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 55 അല്ലെങ്കിൽ 60 വരെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻസിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം ആദ്യം നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാ ഇവിടെ ഇങ്ങനെ കൂടുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പം വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടിയപ്പോഴും ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താ ചെയ്തത്, കൂടി അല്ലേ? അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മുടെ എന്ത്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ പോയിന്റ്. അത് ഞാൻ DM എന്നുള്ളതാണ് മാർക്ക് ചെയ്യുക. ചിലവിൽ അതല്ലെങ്കിൽ നമ്മൾ ഡെൽറ്റ എന്നൊക്കെ മാർക്ക് ചെയ്യാറുണ്ട്. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ്, വൈവ ക്വസ്റ്റ്യനൊക്കെ ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ളത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എപ്പോഴാണ് ആവുക എന്നുള്ളതാണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആകുമ്പോഴാണ്, I = E ആകുമ്പോഴാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ. ദെൻ ടാബുലാർ കോളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും നമുക്ക് മതി. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മുടെ പ്രിസം ഞാനിതാ ഈ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഇവിടെ നേരെ വെക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ നീക്കി വെക്കണം. എനിക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു പ്രൊട്രാക്ടർ വെക്കാനുള്ള സ്പേസ് എനിക്ക് വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രിസത്തിൻ്റെ 3 എഡ്ജസ് എന്ത് ചെയ്യാൻ പോവാണ്, മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് എഡ്ജ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു.
ദെൻ സെക്കൻഡ് എഡ്ജ് ഞാൻ എന്താ ഇവിടെയും മാർക്ക് ചെയ്തു. തേർഡ് എഡ്ജ് ഞാൻ എന്താ ഇവിടെയും മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അത് ജോയിൻ ചെയ്യാണ്. ഈ 3 പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ. ദെൻ അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിസം മാറ്റി വെച്ചിട്ട് ഈ ഒരു ലെങ്ത്ത് എത്രയെന്നുള്ളത് മെഷർ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിന്നാണോ ഇൻസിഡൻറ്റ് റേ കടന്നു വരുന്നത് ആ ഇൻസിഡൻറ്റ് റേൻ്റെ ഫേസിന് ഒരു നോർമൽ വരയ്ക്കണം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ എയിം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഇൻസിഡൻറ്റ് റേ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിന് നോർമൽ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫിൽ നിന്നാണ്, നേരെ ഹാഫ് പോർഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്, നോർമൽ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കാണാൻ പറ്റും 5.2 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2.6 ആയിരിക്കും. അവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ, നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണല്ലോ അല്ലേ. അപ്പോൾ നേരെ നോർമൽ ഇവിടെ വരച്ച് 90 ഡിഗ്രി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് ഇവിടുന്ന് ഇത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. ഇവിടെ ഒരു ലൈൻ ചെയ്തു, ജോയിൻ ചെയ്തു. ദെൻ അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത്, നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ആംഗിള് നോർമലിൽ നിന്നുള്ള ആംഗിൾ ആണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് എത്രയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോകും, വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ 35 നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 35, 40, 45, 50, 55, 60 മാക്സിമം അതുവരെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ചെയ്യേണ്ടി വരിക. അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ആദ്യം 35 ഇവിടെ മെഷർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പ്രൊട്രാക്ടർ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ മെഷർ ചെയ്യാൻ അറിയണം എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് എന്തില്ല ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 35, 0, 10, 20, 30, 35 ഇതാണ് നമ്മുടെ 35 എന്നുള്ള പോയിന്റ്. ക്ലിയർ? അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. റെഡി? ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. I = എത്രയാണ്, 35 ഡിഗ്രിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പിന്നെടുക്കുക. ഓക്കെ, പിന്നെ ഞാനിതാ ഇവിടെ പിൻ ചെയ്യാണ്. ഒന്നാമത് ഞാൻ ഇവിടെ പിൻ ചെയ്തു. റെഡി? ഓക്കെ. രണ്ടാമത് ഞാൻ ഒരു വൈറ്റ് പിൻ എടുക്കുകയാണ്. എന്നാലും നമുക്ക് സെപ്പറേഷൻ കറക്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണേ, ഞാൻ 2 സെപ്പറേറ്റ് പിൻ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിന്ന് കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ വളരെ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, കുത്തരുത്. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ, അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നല്ലത്. ഓക്കെ, ഇവർക്ക് തമ്മിൽ ഈ പിന്ന് കുത്തുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്തിക്കോട്ടെ, കുറച്ച് നല്ലത് ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ മാസ്ക് എടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ പിന്ന്, അതായത് ഈ 2 പിന്നും നേരെയാണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ പ്രിസം വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ആ പൊസിഷനിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പ്രിസം വെച്ചു. ഓക്കെ ആണല്ലോ, പ്രിസം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അറിയാവുന്ന കേസാണ്, ഇതിൻ്റെ ലൈറ്റ് റേ ഇതിലൂടെ കടന്നു പോയിട്ട് ഇതിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിഫ്രാക്റ്റഡ് റേ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എമർജൻറ്റ് റേ എന്നൊക്കെ പറയുന്ന ആ റേ കിട്ടുന്നത് ഇതിലൂടെ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പിന്നെടുത്തിട്ട് എന്താണ് ഇവിടെ എയിം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അതേ ലൈനിൽ, അതായത് ഇവിടെയുള്ള 2 പിന്നുണ്ടല്ലോ, അതേ സെയിം ലൈനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെയുള്ള പിന്നുകൾ കുത്തേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പം, അതായത് ഈ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ നമ്മൾ എത്ര പിന്ന് ഇവിടെ കുത്തുന്നുണ്ടോ ആ പിന്നുകളൊക്കെ, 4 പിന്നാണ്. അപ്പോൾ ഇവിടെ 2 പിന്ന് കൊടുത്തും, അപ്പോൾ ഇവിടെ 2 പിന്നുണ്ട്, ടോട്ടൽ 4 പിന്നുകളുണ്ട്. ആ 4 പിന്നും ഒരേ ലൈനിൽ വരുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യണം, തോന്നണം. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ എയിം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഇതിലൂടെയുള്ള റിഫ്രാക്റ്റഡ് റേ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആദ്യം അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. ദെൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ 2 എന്ത് ചെയ്തു, പിന്നും ഒരേപോലെയായി. ദെൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ലൈനിൽ, ആ 2 പിന്നുള്ള ആ സെയിം ലൈനിലാണ് നമ്മൾ അടുത്ത പിന്ന് റിഫ്രാക്റ്റഡ് റേ ആയിട്ട് ഇതവിടെ പിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ആമർ കൊണ്ട് അടിച്ച് താത്താം. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ആ സെയിം ലൈനിലല്ല ഒരു പിന്നും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെക്കുകയാണ്. യെസ്,
ഹിയർ ഈസ് ദ സെയിം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇതാ 4ഉം ഒരേ ലൈനിൽ തന്നെ എന്ത് ചെയ്യുന്നത്, 4 ഇപ്പോൾ 4 പിന്നും നമുക്ക് ഒരേ ലൈനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചമർത്തിയാൽ എന്ത് ചെയ്യും, അത് റെഡി ആകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 4 പിന്നും ഒരേ ലൈനിൽ പോയ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എമർജൻറ്റ് റേ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ പ്രിസം റിമൂവ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, പിന്നുകൾ റിമൂവ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇൻസിഡൻറ്റ് റേ കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാ ഇനി ഈ എമർജൻറ്റ് റേ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ആ ഇൻസിഡൻറ്റ് റേയിലേക്ക് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു ആംഗിൾ ഇവിടെ മെഷർ ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഞാൻ മെഷർ ചെയ്ത് നോക്കുകയാണ്. അത് ഓൾമോസ്റ്റ് എനിക്കിതാ ഇവിടെ വെച്ചിട്ട് കിട്ടുന്നത് 50 ആണ് എനിക്കിപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടിയത്. അതായത് 35 ഡിഗ്രി ഞാൻ ഇൻസിഡൻറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു സെയിം പ്രൊസീജിയർ തുടരുക എന്നുള്ളതാണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിയിട്ട് ഈ സെയിം പ്രൊസീജിയർ തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ, ഈ സെയിം ലൈനിൽ തന്നെ എല്ലാം ചെയ്താൽ എന്തായിരിക്കും, പെട്ടെന്ന് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് ബാക്കി കാൽക്കുലേഷൻസൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ അടുത്ത ഞാൻ വീണ്ടും നമ്മുടെ പ്രിസം ഇവിടെ കൊണ്ടുപോയി വെച്ചു. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ എഡ്ജസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എഡ്ജസ് മാർക്ക് ചെയ്തു. എഡ്ജസ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിസം ഒഴിവാക്കുന്നു. നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ലെങ്ത്ത് മെഷർ ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ആംഗിൾ ദൈവത്തിന് ലെങ്ത്ത് മെഷർ ചെയ്തു. നേരത്തെ പോലെ 5.2 തന്നെയാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് അതിന് നേരെ പകുതി 2.6 എടുത്തു. 2.6ൽ നമ്മൾ നോർമൽ അല്ല പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, 2.6ൽ നിന്ന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ക്ലിയർ. അപ്പോൾ അത് ജോയിൻ ചെയ്യാണ് അടുത്തത്. ദെൻ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇൻസിഡൻറ്റ് ആംഗിൾ 40 ഡിഗ്രിയാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അതായത് നോർമലിൽ നിന്നുണ്ടാക്കുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അത് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ ഞാൻ എന്ത് ചെയ്യണം, 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓക്കെ, ഇൻസിഡൻറ്റ് ആംഗിൾ 40 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ 40 ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ ചെയ്യാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇൻസിഡൻറ്റ് റേയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പിൻ ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിക്കോട്ടെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റ് ലൈനിൽ തന്നെയാണോ വരയ്ക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ചെറിയ ആംഗിൾ മാറിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇത് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. റെഡിയല്ലേ. സെയിം ലൈനിലാണോ ഒക്കെ നോക്കണേ. ദെൻ അടുത്ത നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, പ്രിസം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ എമർജൻറ്റ് റേ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, നോക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ 2 പിന്നും സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ലൈനിലേക്ക് കൊണ്ടുവരാണ്. നമ്മുടെ ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെയാണോ ഒരേ ലൈന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തായിട്ട് നോക്കുന്നത്. പോറ്റ ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടിന്ന് ഒരേ ലൈനിൽ വന്നിട്ടുണ്ടല്ലേ. കുറച്ചും കൂടെ നോക്കിയാൽ ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2 പിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ലൈനിലാണ് നമ്മൾ അടുത്ത പിൻ എന്ത് ചെയ്യാൻ പോകുന്നത്, മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പോയിൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഒരേ ലൈനിൽ വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനിത് ഇവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഹാമർ ചെയ്യാണ്. ഓക്കെ, റെഡി. ഒന്ന് നേരാക്കിയാൽ റെഡിയായി. ഓക്കെ, ദെൻ അടുത്തൊരു പിന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത പിന്നും ഒരു 4ാമത്തെ പിന്ന്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ 4 പിൻ. അപ്പോൾ ഈ 4 പിന്നിപ്പം സെയിം ലൈനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിന്നുകളും പ്രിസമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ പോവാണ്. സെറ്റല്ലേ? റെഡി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ദെൻ അതിലേക്കുള്ള നമ്മുടെ എമർജൻറ്റ് റേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ജോയിൻ ചെയ്യാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ 40 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ 44 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? 44 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ നമ്മൾ 50, 45, 50, 55, 60 വരെ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആദ്യം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരും. ദെൻ അതിനുശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം പോയിന്റ് എവിടെയാണ് വരുന്നത്, അതാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതാണ് നമ്മൾ അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ വീണ്ടും ഇത് കാണിച്ച് കുറേ സമയം കളയുന്നില്ല. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ബാക്കി എന്ത് ചെയ്യാം, ഞാൻ സ്വയം വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാണിച്ചു തരാം ഇവിടെ കിട്ടിയിട്ടുള്ള ആംഗിൾ എത്രയെന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒരു 5 ആംഗിളിൽ ഇവിടെ വരച്ച് 5 ഇൻസിഡൻറ്റ് ആംഗിളിൽ വരച്ചു. ദെൻ അതിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്രയെന്നും കണ്ടു. അപ്പോൾ നിങ്ങൾ നോക്കാം, 35-ൽ 50 ഡിഗ്രിയാണ്. 35-ൽ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, 50 ഡിഗ്രി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ അടുത്ത നമ്മൾ നോക്കിയപ്പോൾ 35-ൽ 50 ഡിഗ്രി തന്നെയാണ്. ദെൻ 40-ൽ നമുക്ക് 44 ഡിഗ്രി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 40-ൽ 44 ഡിഗ്രി തന്നെയാണ്. ദെൻ അടുത്തത് 45-ൽ നമുക്ക് 42 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത്. 45-ൽ 42 ഡിഗ്രി എന്നല്ലേ? ഓക്കെ, 43 ആണോ? അല്ല, 42 ഡിഗ്രി തന്നെ കിട്ടിയിട്ടുള്ളത്. ദെൻ അടുത്തത് 50-ൽ നമുക്ക് എത്രയുള്ളത്, 39 ഡിഗ്രിയാണ്. അതായത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്യാണ്, കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 39 ഡിഗ്രിയാണ്. എന്നാൽ ലാസ്റ്റ് ഞാൻ 55-ൽ എടുത്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് 43 ഡിഗ്രിയാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ മനസ്സിലാവും, ഇതിങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നപ്പം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വന്നു അല്ലേ? അതായത് 50-ൽ നമുക്ക് 39 ഡിഗ്രി കിട്ടി. അതിനുശേഷം 55 എടുത്തപ്പം 43 ഡിഗ്രി ആയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 16-ൻ്റെ എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. കാരണം കുറഞ്ഞ് പെട്ടെന്ന് ഇതിൻ്റെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഗ്രാഫ് പേപ്പറിലൂടെ അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ കർവും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അവിടുത്തെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ വാല്യൂ വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 35, 50, 40, 44, 45, 42, 50, 39, അതേപോലെ 55, 43. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ID കർവ് വരയ്ക്കാൻ പോവാണ്. ID കർവിലൂടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ID കർവിൽ ഞാൻ ജസ്റ്റ് ഇവിടെ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും Y ആക്സിസിൽ ഡീവിയേഷനാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്കെയിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാണ് സ്കെയിൽ എന്താ വരുന്നത് എന്നുള്ളത്. അതായത് എക്സ് ആക്സിസിലെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, അല്ലേ? ദാറ്റ് ഈസ് 30 ഡിഗ്രിയാണ് അല്ലേ? 30, 35, 40 അങ്ങനെയാണ്. അപ്പോൾ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രിയാണ് വരുന്നത്. Y ആക്സിസിലും സെയിം പോലെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. Y ആക്സിസ് ആണെങ്കിലും 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 5 ഡിഗ്രി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കാം. ഫസ്റ്റ് 35-ൽ 50 ആണ് കേട്ടോ. 35 എന്നുള്ള പോയിന്റിൽ ഞാൻ അവിടെ 50 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ആയപ്പം 50. ക്ലിയർ? ദെൻ 40 ആയപ്പം 44 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ 45 ആയപ്പം 42 വന്നിട്ടുണ്ട്. 50 ആയപ്പം 39 ആണ്. 55 ആയപ്പം 43 ആണ്. ഓക്കെ അല്ലേ? ഞാനിത് വരയ്ക്കാതെ ഈ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോറി. ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ നമ്മളെ
ഗ്രാഫ് കിട്ടുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഗ്രാഫ് കിട്ടുന്നുണ്ട്. അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏറ്റവും കുറവുള്ള അതാണ് നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്കറിയാം, ഓൾമോസ്റ്റ് നമുക്ക് ഈ ടാബുലാർ കോളം നോക്കിയാൽ തന്നെ അറിയാം. അതായത് 39 ആണ് നമ്മുടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇനിയിപ്പോൾ അത് ഗ്രാഫിലും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് മിനിമം ഡീവിയേഷൻ, ദാറ്റ് ഈസ് 39 ഡിഗ്രി. ആ സമയത്തുള്ള നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ഡിഗ്രിയാണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോയിട്ട് നമുക്കതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് a പ്ലസ് ഡി എം ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 ആണ്. ക്ലിയർ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ആംഗിൾ ഓഫ് പ്രിസം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു 60 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്, 39 ഡിഗ്രിയാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൈൻ ഓഫ് എ പ്ലസ് ഡി എം ദാറ്റ് ഈസ് 60 പ്ലസ് 39 ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 ദാറ്റ് ഈസ് 60 ബൈ 2. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 60 പ്ലസ് 39 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 99 ആണ്. 99/2 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അവിടെ വരുന്ന വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 49.5. ദാറ്റ് ഈസ് സൈൻ ഓഫ് 49.5 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 60/2 എന്ന് പറഞ്ഞാൽ സൈൻ 30 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഈ വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്, ഞാൻ അവിടെ കാൽക്കുലേറ്റർ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതിലുണ്ടാവും സൈന്. ഓക്കെ, സൈൻ ഓഫ് 49.5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.76 വരുന്നത്. 0.76. ഓക്കെ, സൈൻ 30 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന വാല്യൂ തന്നെയാണ്. എത്ര വരുന്നത്, 0.5 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഇനി സൈൻ 30 കൺഫ്യൂഷനുള്ളത് അവിടെ ജസ്റ്റ് അടിച്ച് നോക്കിയോളൂ. സൈൻ 30 0.5, ദാറ്റ് ഈസ് 0.76 ഡിവൈഡ് ബൈ 0.5, ദാറ്റ് ഈസ് 1.52 ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഗ്ലാസിൻ്റെ കേസിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓൾമോസ്റ്റ് 1.5 തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് എഴുതാനുള്ളത് ഇവിടുത്തെ റിസൾട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റിസൾട്ട് എന്താ വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റിസൾട്ടുകൾ 3 തരത്തിൽ, അതായത് ഇവിടുന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തത് വെൻ ഐ ഇൻക്രീസസ് ഡി ഡിക്രീസസ് ഫസ്റ്റ് ദെൻ ഡി ഇൻക്രീസസ്, അതായത് ഐ ഡി കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷനാണ് ഐ കൂടുമ്പം ഡി ഡിക്രീസ് ചെയ്യുന്നു, ദെൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ ഐ ഡി ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ദെൻ വാല്യൂ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നുള്ള നമുക്ക് കിട്ടിയുള്ള എത്രയാണ്, 39 ഡിഗ്രിയാണ്. ദെൻ അടുത്ത് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം n ഈസ് ഈക്വൽ ടു 1.5 എന്നും കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, കുറച്ച് സമയം എടുക്കും. എന്താ നമുക്ക് അധികം നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിളുകൾ ഓരോന്നും എടുക്കുമ്പോഴും നിങ്ങൾ ലേസി ആവാതെ കറക്റ്റ് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മിനിമം ഡീവിയേഷൻ കറക്റ്റ് പോയിന്റിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കതെന്ത് ചെയ്യും, കറക്റ്റ് പോയിന്റ് കിട്ടില്ല. നമ്മൾ ആ പറഞ്ഞ പോലെ ഐ കൂടുമ്പം ഡി ഡിക്രീസ് ചെയ്യാത്ത രീതിയിൽ മറ്റു രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വാല്യൂസ് വരും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് വളരെ എളുപ്പമുള്ള എന്തായിരിക്കും, ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.